ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു പുതിയൊരു നഷ്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. നമ്മുടെ SP വെങ്കടേഷ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യൻസ് നമ്മളേക്ക് വിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഓർക്കാതിരിക്കാൻ ഒരിക്കലും ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സോങ്ങുകളായി കഴിഞ്ഞ പല സോങ്ങുകൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കുറേ സോങ്ങാണ്. അല്ലെങ്കിൽ കിലുക്കോ ആയിക്കോട്ടെ, കൗരവർ ജോണി വാക്കറുടെ സോങ്ങൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റേ തുടരും സിനിമയിൽ പോലും ആ ഒരു സോങ്ങൊക്കെ വീണ്ടും ആ ഒരു കേൾക്കാൻ പറ്റി. പിന്നെ ഇപ്പോൾ പല റീൽസിലും വരുന്നു. കാരണം അത്രയും മലയാളത്തിന് അത്രമാത്രം നല്ലൊരു എന്താ പറയുക, മനോഹരമായ സിനിമകളിലെ പാട്ടുകൾക്ക് SP വെങ്കടേഷ് എന്ന ആ ഒരു അതുല്യ പ്രതിഭ നമുക്ക് നൽകിയ കുറേ സംഭാവനകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരു 500-600 വരുന്ന സോങ്ങുകൾ അദ്ദേഹം മലയാളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട കുറേ സിനിമകളുണ്ട്. അതിലിപ്പോൾ രാജാവിൻ്റെ മകനായിക്കോട്ടെ, ഭൂമിയിൽ രാജാക്കന്മാർ, അങ്ങനെ സൂപ്പർമാൻ, അങ്ങനെ കുറേ സിനിമകൾ, എല്ലാത്തിനും നല്ല മികച്ച നല്ലൊരു മെലഡി സോങ്ങൊക്കെ തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടം മലയാളികൾക്ക് എന്നുമുണ്ട്. കാരണം നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുട്ടിക്കാലങ്ങളിൽ നല്ല നല്ല സിനിമകൾ കാണാനും ആ നല്ല സിനിമകൾ നല്ല പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാനും ആസ്വദിച്ച പാട്ടെല്ലാം തന്നെ ഇപ്പോൾ ഈ സമകാലിക പോലും നമുക്ക് ഇന്ന് കേൾക്കാനും അത് രസിക്കാനും കഴിയുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ അതുല്യ പ്രതിഭയുടെ ഒരു കഴിവ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ പല ഗാനങ്ങളും നമ്മൾ ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. അതിലൊക്കെ എടുത്ത് പറയേണ്ടതൊക്കെ തന്നെയാണ്. ഇപ്പോൾ കിലികിൽ പമ്പരം അങ്ങനെയൊക്കെ തുടങ്ങുന്ന പാട്ടുണ്ടല്ലോ, എന്ത് മനോഹരമല്ലേ ആ ഒരു വരിയും. പ്രിയദർശൻ സിനിമ അവർ തന്നെ പാട്ടുകളുടെ ഒരു കച്ചേരിയാണല്ലോ. ആ ഒരു ഊട്ടിയുടെ മനോഹരത നിറഞ്ഞ ആ ഒരു പാട്ടും കൂടി വരുമ്പോൾ എന്ത് രസമാണല്ലേ ശരിക്കും. അങ്ങനെ കൗരവറിലൊക്കെ ആ ഒരു ഇമോഷണൽ സോങ്സൊക്കെ എന്താ പറയുക, നമ്മളങ്ങനെ പിടിച്ചങ്ങോട്ട് ഇല്ലാതെയില്ല. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ എന്താ പറയുക അഭിനയിച്ച് തകർക്കലും കൂടി ആകുമ്പോൾ ആ പാട്ടിന് എന്ത് മധുരമാണുള്ളത് അല്ലേ. അപ്പോൾ ഭയങ്കര ഗംഭീരമായ കുറേ സോങ്ങുകൾക്ക് അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് കിട്ടി എന്നാണ് പറഞ്ഞത്. SP വെങ്കടേഷ് എന്ന വ്യക്തി എത്രമാത്രം നമുക്ക് നമ്മുടെ ഒരു കൂടെയുള്ളൊരു മലയാളി എന്ന രീതിക്ക് നമുക്ക് പറയാൻ പറ്റുന്നതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത്ര മനോഹരമായി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ വട്ടത് എല്ലാ പാട്ടുകളും തന്നെ മലയാളികളുടെ ഇടനെഞ്ചിൽ എന്താ പറയുക തറച്ചു കയറുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളായിക്കോട്ടെ ഇടനെഞ്ചിൽ തന്നെ ഇപ്പോഴും ഉണ്ടായിരിക്കും. കാരണം ഓരോ മലയാളികളും മലയാള സിനിമ ഓർക്കുന്നുണ്ടെങ്കിൽ അതിൽ വെങ്കടേഷ് എന്ന വ്യക്തിയുടെ ഒരു പാട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ആര് മൂളിലെങ്കിലും നമ്മുടെ കൗരവറുടെ സോങ്ങും ഈ കിലുക്കത്തിൻ്റെ സോങ്ങും അങ്ങനെ ഒട്ടുമിക്ക പഴയ കുഞ്ഞു സോങ്ങുകളൊക്കെ, ഇപ്പോൾ നായർ സാബിൻ്റെ സോങ്, അതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പാട്ടുകളുണ്ട്. പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു 560-670 സിനിമകളിൽ അദ്ദേഹം 500 അത്രയും സോങ്ങുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സോങ്ങുകളൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് ചിലപ്പോൾ നേരം വെളുക്കേണ്ടി വരും. എന്നാലും കഴിയില്ല. അത്ര മനോഹരമായ ഓരോ പാട്ടുകളും നമുക്ക് തന്ന വ്യക്തിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സോങ് എന്ന് പറയുന്നത് ദേവാസുരത്തിലെ സോങ് ആയിക്കോട്ടെ, പിന്നെ മാന്ത്രികം, ധ്രുവം, പിന്നെ സ്ഫടികം, അങ്ങനെ കുറേ സോങ്ങുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം നമ്മുടെ തൊട്ട് സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ പഴനി എന്ന സ്ഥലത്താണ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കുറേ സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഫിലിം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവിനെ കാരണം ഇത്രയും നല്ല മനോഹരമായ പാട്ടുകളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്രയും നല്ല അവാർഡ് കിട്ടാതിരിക്കാൻ പറ്റില്ല. പല സിനിമ മിന്നാരം പോലുള്ള സിനിമാനെക്കാട്ടില്ലേ മിന്നാരത്തിലൊക്കെ എന്ത് നല്ല മനോഹര പാട്ടാണ്. എൻ്റെ മോനെ ചിരിക്കൂ. അത് ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ പടം കാണുമ്പോഴും ആ പാട്ടുകൾ വരുമ്പോഴും നമുക്ക് വെങ്കടേഷ് എന്ന വ്യക്തിനെ എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്നു ഇല്ലെങ്കിൽ അങ്ങനെ. കാരണം ഇതിൻ്റെ പിന്നിലൊന്നും വെങ്കടേഷാണ് നമ്മൾ ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം നമ്മളെ വിട്ട് പോയി. പോയ ശേഷമായിരിക്കും നമ്മളിത് ചിലപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹമായിരുന്നു ഈ പാട്ടൊക്കെ എന്ന വ്യക്തി പല ന്യൂസുകളും കാണുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെയുള്ള പാട്ടൊക്കെ ചെയ്ത വ്യക്തിയാണോ എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചപ്പോഴാണ്. കാരണം എനിക്കും ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും പണ്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ ഓപ്പണായി പറയാം. നമുക്കങ്ങനെ എല്ലാം അറിയുന്നു എന്ന് നടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇദ്ദേഹം മരിച്ചു എന്നറിഞ്ഞ വാർത്ത കണ്ടപ്പോൾ ആരാണെന്ന് അറിഞ്ഞപ്പോഴും പക്ഷേ നമ്മൾ ഈ കേട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുപോയിട്ടുള്ള ഒട്ടുമിക്ക നല്ല പാട്ടുകൾ ഓൾറെഡി ഫേവറേറ്റ് ഉണ്ടല്ലോ, ആ ഫേവറേറ്റിൻ്റെയൊക്കെ എന്താ പറയുക ഉറവിടം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നപ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നി. കാരണം എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ വിട്ട് പോയ ശേഷമാണ് ശരിക്കും നമ്മൾ ഇദ്ദേഹത്തിന് റിയലൈസ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ അത് എനിക്ക് മോശം തോന്നി. കാരണം അങ്ങനെ അല്ലല്ലോ നമ്മൾ ശരിക്കും അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോഴേ അദ്ദേഹം ഓർക്കണമായിരുന്നു. ചിലപ്പോൾ നമുക്ക് ആ
അതിനെക്കുറിച്ച് അറിയാനുള്ളൊരു മൈൻഡ് അന്ന് ഉണ്ടായിരുന്നില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വാർത്തയിലും വരുമ്പോൾ SP വെങ്കടേഷ് മരിച്ചു, മലയാളത്തിൻ്റെ ഒരു നല്ല സാഹിത്യകാരൻ, നല്ല 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 വീണുഴഞ്ഞ ഒരുങ്ങിയ ഗാനം പഞ്ചം എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ നമ്മൾ എന്തെത്രമാത്രം ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സിനിമകൾ ചെക്ക് ചെയ്തപ്പോഴാണ് അദ്ദേഹം കൈവയ്ക്കാത്ത ഒരു സിനിമ ഇല്ലയെന്ന് തോന്നിയത്. കാരണം എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും ഫേവറേറ്റ് ആണ് അല്ലേ. എല്ലാത്തിനും നല്ല നല്ല പാട്ടുകളുണ്ട്, എല്ലാത്തിനും നല്ല നല്ല എനിക്ക് മിന്നാരത്തിൽ മറ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ മറ്റേ കൗരവ സോങ്ങൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ മിന്നാരത്തിലായിക്കോട്ടെ, ധ്രുവോ ആയിക്കോട്ടെ, അങ്ങനെ ആനിബാബ, ചേട്ടൻ ബാബ, ഇങ്ങനെ സ്ഫടികം, ഇതിലൊക്കെ എന്ത് നല്ല പാട്ടാണില്ലേ. ദേവാസുരത്തിലൊക്കെ പാട്ട് എൻ്റെ മോനെ എന്തെന്നാ അല്ലേ കൈ വെച്ച് ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാലും ഇതുപോലുള്ള എന്താ പറയുക പ്രതിഭകളെ നമ്മൾ തിരിച്ചറിയാൻ വൈകി, നമ്മളല്ല ഞാൻ തിരിച്ചറിയാൻ വൈകി എന്ന് പറഞ്ഞാൽ എനിക്കും സങ്കടമുണ്ട്. എന്നാലും ഇദ്ദേഹം ജീവിച്ചിരിക്കും നമ്മളിലൂടെ എന്നതിലൂടെ ഒരു സംശയമില്ല. കാരണം നമ്മളിലൂടെ എന്നും ജീവിച്ചിരിക്കും. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഈ സംഗീതം ഉള്ളിടത്തോളം കാലം ഈ SP വെങ്കടേഷ് എന്ന വ്യക്തി നമ്മളോട് തന്നെ ജീവിക്കും. ചിലപ്പോൾ ഒരു തലമുറയില്ല, ചിലപ്പോൾ നമ്മളെല്ലാം ചത്തുപോയാൽ പോലും ഈ പാട്ടെന്ന് പറഞ്ഞ് എന്നും ഈ ഇൻ്റർനെറ്റിലും എല്ലാവിടെയും കിടക്കുന്നുണ്ട്. ഈ ഓരോ പാട്ടുകളും ഓരോ സമയത്ത് ട്രെൻഡാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് തോന്നിയത് നമ്മുടെ ജോണി വാക്കറിലെ ശാന്തമേ രാത്രിയിൽ ആ ഒരു പാട്ട് തുടങ്ങുന്നത് ഇപ്പോൾ കൂടി ട്രെൻഡിങ്ങാണ്. പിന്നെ അത് കുറേ റീലായി വന്നു. പിന്നെ തുടരെ സിനിമയിലെ ചെറിയൊരു നമ്മുടെ മോഹൻലാൽ, നമ്മുടെ സൂപ്പർ അനദർ ഫേസ് ഓഫ് മലയാളം മൂവി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു 2 ചുവടും കൂടി വെച്ചപ്പോൾ സെറ്റായി. അങ്ങനെ നമ്മൾ ഒരുപാട് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾ നമ്മൾ ഒരിക്കലും മറക്കാൻ നമുക്ക് കഴിയില്ല പറഞ്ഞാൽ അത് അവരുടെ ഒരു പുണ്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവർ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഇത്രയും മനോഹരമായ ഗാനങ്ങൾ നമ്മൾ ഒരിക്കലെങ്കിലും കേൾക്കാതിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ. അപ്പോൾ നമ്മൾ കേൾക്കാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റേഡിയോയും അല്ലെങ്കിൽ ഒരു FM അങ്ങനെ എവിടെയെങ്കിലും ഒരു ന്യൂസ് ചാനൽ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളിലേക്ക് ഈ പാട്ട് വരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ പാട്ട് ആരാണ് ഇദ്ദേഹം എന്ന് ചിന്തിച്ചു പോകും. അപ്പോഴാണ് ഇത് ഈ SP വെങ്കടേഷ് എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ടായിപ്പോകും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി അദ്ദേഹം രചിച്ച് വെച്ചിരിക്കുന്ന പാട്ടുകൾ പറയുന്നത് അതിമനോഹരവും ഗംഭീരവും ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ പഴയ ഓർമ്മയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിനിമയൊക്കെ നമുക്ക് വേണ്ടി സിനിമ ചെയ്യലൊക്കെ പാട്ടൊക്കെ നമുക്ക് നൽകിയ വ്യക്തിയെ നമ്മൾ ഒരിക്കലെങ്കിലും സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ റെസ്പെക്റ്റാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ട് അദ്ദേഹം ചെയ്തിട്ട് പാട്ടുകളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് പിന്നാമ്പുറത്ത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ എനിക്ക് കുറച്ച് വ്യക്തമായി. കാരണം ഞാൻ നല്ലപോലെ ഇതുപോലുള്ള പ്രതിഭകൾ ഇനിയും നമ്മുടെ ചുറ്റുപാടത്ത് ഉണ്ടെന്നും അവരെയൊക്കെ തേടിപ്പിടിച്ച് നമ്മൾ കാണുന്നതിനും അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം മരിച്ചു കഴിയുമ്പോൾ ഒരാളെക്കുറിച്ച് നല്ലത് പറയുന്നത് ശരിക്കും വാസ്തവമായിട്ട് എനിക്കിപ്പോൾ തോന്നിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ട് പണ്ടേ എനിക്ക് ഇഷ്ടമാണ്, എല്ലാം ഫേവറേറ്റ് ഗാനങ്ങളായിരുന്നു. പക്ഷേ അദ്ദേഹം ആരെന്ന് വ്യക്തി അറിയാൻ കുറച്ച് കാലതാമസം കൊടുത്തു. കാരണം ഒരുപക്ഷെ നമ്മളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇതൊന്നും നമ്മൾക്ക് വലിയ കാര്യമായി തോന്നിയില്ലായിരിക്കും പണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ SP വെങ്കടേഷ് എന്ന വ്യക്തിയുടെ ആ ഒരു മഹത്വം നമ്മളിപ്പോൾ തിരിച്ചറിയാൻ ഞാൻ ശ്രമിച്ചത്. കാരണം അത്തരം സിനിമകൾ ഇപ്പം സിനിമകൾ കാണുമ്പോൾ അത്തരം സിനിമ പാട്ടെല്ലാം കേൾക്കുമ്പോൾ ഒരു രസമാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ കാറൊക്കെ ഓടിച്ചിപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു രസം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി രചിച്ച് വെച്ച ഒരു മഹാവ്യക്തിയാണല്ലോ. നമ്മൾ വിട്ട് ഈ അടുത്ത കാലത്ത് പോയെന്നാലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ എന്നാലും അതിലെ കൂടെ എനിക്കൊരു അഭിമാനമുണ്ട്. കാരണം നമ്മുടെയൊക്കെ സംസ്ഥാനത്ത് തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനത്തു നിന്നാണല്ലോ ഇദ്ദേഹം വന്നതും. അദ്ദേഹം ഇവിടെ വന്ന് നമുക്ക് വേണ്ടി കുറേ ഗാനങ്ങൾ രചിച്ചു അല്ലേ. അതൊക്കെ ചെയ്യുന്ന മ്യൂസിക് ചെയ്തു. അതൊക്കെ നമ്മളൊക്കെ അത് വളരെയധികം ആസ്വദിക്കാൻ പറ്റി. നമ്മുടെ തലമുറയെല്ലാം ആസ്വദിക്കാൻ പോവുകയാണ് ഇല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലതാണ്. എന്തായാലും വെങ്കടേഷ് സാറിനെ എന്നും നല്ലതുണ്ടാകും പറഞ്ഞാൽ ഇപ്പോൾ നല്ലതുണ്ടാവുമെന്ന് അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടായിരിക്കും. എന്തായാലും വെങ്കടേഷ് സാറിനെ എന്നും എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ടും കൂടി കൊടുക്കും. കാരണം അദ്ദേഹം ഇതെല്ലാം കേൾക്കുകയോ ഇല്ലയോ നമുക്കറിയില്ല. അദ്ദേഹം എന്തായാലും നമ്മൾ വിട്ട് പോയ സ്ഥിതിക്ക് എന്തായാലും ആത്മശാന്തിയെങ്കിലും ഉണ്ടാവാൻ ഞാനും പ്രാർത്ഥിക്കാം. കാരണം നല്ലൊരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒക്കെ നല്ലത് തന്നെ വരട്ടെ ഞാനും ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾക്ക് വേണ്ടി എന്താ പറയുക രാവും പകലും പണിയെടുത്തു നമുക്ക് വേണ്ടി ഇത്തരം മനോഹരമായ ഗാനങ്ങൾ രചിച്ചു. നമ്മളുടെ വിഷമ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കും നമുക്ക് ചെറിയൊരു ഉന്മേഷമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നമുക്ക് വേണ്ടി നൽകുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇനി കാണുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം എന്തായാലും പഴയകാല സിനിമകൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇരുന്നും കിടന്നും കാണുന്നില്ല. കാരണം പഴയകാല സിനിമകളിലുണ്ടാകുന്ന പഴയ ആ സിനിമയിലെ എല്ലാ കാഴ്ചകളിലെ ഓരോ ഡയലോഗുകളൊക്കെ നമ്മളിപ്പോൾ ഓർത്ത് പറയാറുണ്ട്, പല റീൽസ് ആക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ പല സിനിമകളിലെ സോങ്ങുകൾ നമ്മൾ റീൽസ് ആക്കാറുണ്ട്. എന്തായാലും
ഇനിയും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കുറേ കൂടി പോപ്പുലറാവും. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇനി വരുന്ന കാലഘട്ടത്തിലുള്ള കുട്ടികളും കൂടി ഇത്തരം പാട്ടുകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതിലൂടെ SP വെങ്കടേഷ് സാർ എന്ന ആ വലിയ മഹാനായ വ്യക്തിയെ എല്ലാവരും തിരിച്ചറിയട്ടെ ഒന്നും കൂടി. അപ്പോൾ എന്തായാലും താങ്ക് യു സാർ, താങ്ക്സ് ലോട്ട്. താങ്കളെപ്പോലുള്ള കലാകാരന്മാരാണ് ശരിക്കും നമ്മുടെ പഴയകാല ജീവിതത്തെ ഒന്നുകൂടി ഓർമ്മിക്കാൻ സഹായിക്കുന്നത്. എന്തായാലും എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം സാറിൻ്റെ കുടുംബത്തിനെല്ലാം ഉണ്ടാവട്ടെ. എന്തായാലും നല്ല നല്ല പാട്ടുകൾ ഇനിയും ഇതുപോലുള്ള ആളുകൾ വന്ന് നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ഞങ്ങളെല്ലാം കേൾക്കുന്നതായിരിക്കും. എല്ലാം അവരുടെ കയ്യിലാണല്ലോ. എന്തായാലും ഓക്കെ, അതോടെ നിർത്തുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ, സീ യു.